ആദ്യം നമുക്ക് സ്മാക്ക് ഡൗണിൻ്റെ വ്യൂവർഷിപ്പിൽ നിന്ന് തന്നെ തുടങ്ങാം. എന്തായാലും കഴിഞ്ഞ ആഴ്ചത്തിലെ സ്മാക്ക് ഡൗണിൻ്റെ വ്യൂവർഷിപ്പ് എന്ന് പറയുന്നത് 2.187 മില്യൺ ആയിരുന്നു. ഇപ്രാവശ്യം അത് 2.207 മില്യൺ ആയിട്ട് കൂടിയിട്ടുണ്ട്. എന്തായാലും നല്ലൊരു ഉയർച്ച തന്നെയാണ് സ്മാക്ക് ഡൗണിൻ്റെ വ്യൂവർഷിപ്പിൽ. പിന്നെ നമുക്കിതെല്ലാം അറിയാവുന്നൊരു കാര്യമാണ്, സ്മാക്ക് ഡൗണിൻ്റെ വ്യൂവർഷിപ്പ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഈ ഒരു രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ വലിയ രീതിയിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാറില്ല. എന്തായാലും അതൊരു 2 hour ഷോ ആയതുകൊണ്ടാണ്. റോയുടെ പ്രശ്നമെന്ന് പറയുന്നത് അതൊരു 3 hour ഷോ ആണ്. സോ അതാണൊരു മെയിൻ പ്രശ്നമെന്ന് പറയുന്നത്. അല്ലെങ്കിൽ റോയ്ക്കും ഇത്തരത്തിലുള്ള റേറ്റിംഗ് കിട്ടുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ അങ്കിൾ ഹൗഡിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്. അത് അങ്കിൾ ഹൗഡിയുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ് ഒന്നും ഇല്ലേന്ന്. എന്തെങ്കിലും വന്നാൽ മാത്രമേ നമുക്ക് തരാൻ പറ്റത്തുള്ളൂ. മിക്കവാറും എന്തെങ്കിലും QR കോഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അങ്കിൾ ഹൗഡിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. എന്തായാലും ഇപ്രാവശ്യം QR കോഡുമായിട്ട് ബന്ധപ്പെട്ട സംഭവം തന്നെയാണ്. എന്തായാലും നമുക്കറിയാം ഈ ഒരു റോ എപ്പിസോഡിൽ ഒരു QR കോഡ് വന്നിരുന്നു. എന്തായാലും ആ ഒരു QR കോഡ് സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ നമുക്കൊരു ടൈമിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. 6 day 23 hour എന്നാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. സോ അതായത് അടുത്ത റോ എപ്പിസോഡാണത് സൂചിപ്പിക്കുന്നത്. അതായത് ടീസ് പോലെ അല്ലെങ്കിൽ ക്ലൂ പോലെ അടുത്ത റോ എപ്പിസോഡാണ് സൂചിപ്പിക്കുന്നത്. ഇത് കണ്ടിട്ട് എല്ലാവരും പറയുന്ന കാര്യം, കൂടുതൽ പേര് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അങ്കിൾ ഹൗഡിയുടെ റിട്ടേൺ ആ റോ എപ്പിസോഡിൽ ഉണ്ടാകുമെന്നാണ്. അല്ലെങ്കിൽ അങ്കിൾ ഹൗഡിയുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംഭവം, അല്ലെങ്കിൽ വൈറ്റ് 6 ഫാക്ഷനോ എന്തെങ്കിലും ഒരു സംഭവം അടുത്ത റോ എപ്പിസോഡിൽ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന സംഭവങ്ങൾ എന്ന് പറയുന്നത്. സോ ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് മാർക്ക് ഹെൻറിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റ് ആണ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്. എന്തായാലും ഇപ്പോൾ അത് ശക്തമായിട്ട് പുറത്തേക്ക് വരികയാണ്. AJ Styles vs കോഡ് റൂട്ട്സ് മാച്ചിൽ മാർക്ക് ഹെൻറി ഇൻട്രപ്റ്റ് ചെയ്യാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണെന്ന്. കാരണം മാർക്ക് ഹെൻറി ജോൺസിന് ഇതുപോലൊരു സംഭവം നേരത്തെ ഉണ്ടായിട്ടുണ്ട്. മാർക്ക് ഹെൻറി റിട്ടയർ ആവാൻ പോവുകയാണ് പറഞ്ഞുകൊണ്ടുള്ള തരത്തിൽ. സോ ആ ഒരു സംഭവം സെയിം രീതിയിൽ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. മിക്കവാറും ചിലപ്പോൾ കോടി തോൽക്കാനുള്ള സാധ്യതകളുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം മാർക്ക് ഹെൻറി വരുമെന്ന് കേൾക്കുന്നു. സോ മാർക്ക് ഹെൻറി വന്നു കഴിഞ്ഞാൽ വേറെ ലെവലായിരിക്കും. നമുക്കറിയാം, നമുക്ക് ഒരു പഴയ നമ്മൾ കാണുന്ന 2012, 13, 14 അവരിപ്പോൾ മത്സരിച്ചില്ലെങ്കിൽ പോലും അവരൊക്കെ വരുമ്പോൾ നമുക്ക് പ്രത്യേക ഒരു സന്തോഷമാണ്. സോ മാർക്ക് ഹെൻറി വന്നാൽ നല്ലതായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്. എന്തായാലും ഇപ്പോൾ ആ ഒരു ചാൻസ് കൂടി വരികയാണ്. റൂമറുകൾ വലിയ രീതിയിൽ തന്നെ വരികയാണ്. അദ്ദേഹം ആ ഒരു മാച്ച് ഇൻട്രപ്റ്റ് ചെയ്യാനുള്ള സാധ്യതകളുണ്ടെന്ന് മാർക്ക് ഹെൻറി. എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ട്രിപ്പിൾ എച്ച് ഇത് 10-20 പേര് അറിഞ്ഞു കഴിഞ്ഞാൽ, അതിൽ കൂടുതൽ ആളുകൾ അറിഞ്ഞു കഴിഞ്ഞാൽ ട്രിപ്പിൾ എച്ച് മിക്കവാറും ഇത് ചെയ്യില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. മീൻസ് ബിഗ്മാൻ ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്ലാൻ എന്താണോ അതുപോലെ തന്നെ അദ്ദേഹം കൊണ്ടുപോകും. പക്ഷേ കുറേ പേര് അറിഞ്ഞാൽ നമ്മുടെ ട്രിപ്പിൾ എച്ച് അത് ചെയ്യാറില്ല. അദ്ദേഹം എപ്പോഴും സർപ്രൈസ് ആയിട്ടുള്ള കാര്യങ്ങളെ ചെയ്യത്തുള്ളൂ. സോ എനിക്ക് തോന്നുന്നില്ല വരുമെന്ന്. കാരണം കുറേ പേര് അറിഞ്ഞുകൊണ്ട്, ഇല്ലായിരുന്നു ചിലപ്പോൾ ഇത് സംഭവിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. TNA NXT തമ്മിൽ ഇപ്പോൾ ധാരാളം ക്രോസ് ഓവർ ഒന്നും നടന്നിട്ടില്ല. അത് ക്രോസ് ഓവർ നടക്കുന്നുണ്ടെന്ന് ഭാവിയിൽ നല്ല രീതിയിൽ തന്നെ പതിയെ നല്ല രീതിയിൽ തന്നെ ക്രോസ് ഓവർ ഉണ്ടാകുമെന്ന് പറഞ്ഞു കേൾക്കുന്നു. എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ നമുക്കറിയാൻ സാധിക്കുന്നത് പലരും പറയുന്നൊരു കാര്യമാണ്. അതായത് നമ്മുടെ മൂസിനെ ഒരു ക്രോസ് ഓവർ നടത്തണം. അതായത് NXT-യുമായിട്ടല്ല, WWE മെയിൻ ബ്രാൻഡും അതുപോലെ തന്നെ TNA-യും തമ്മിൽ മൂസിനെ ഒരു ക്രോസ് ഓവർ നടത്തണമെന്നാണ് ഇപ്പോൾ പല പ്രമുഖരും പറയുന്നത്. കാരണം മൂസ് ഡിസേർവിങ് ആണ് WWE മെയിൻ ബ്രാൻഡിലേക്ക് വരാനെന്ന് പലരും പറയുന്നുണ്ട്. എനിക്കും അങ്ങനെ തോന്നുന്നുണ്ട്. കാരണം ബോബി ലാഷ്ലിയുടെ ആ ഒരു അവസാന സമയം TNA-യിൽ ആ ഒരു സമയം തൊട്ട് മൂസ് അവിടെ ഉണ്ടായിരുന്നു. മൂസ് അദ്ദേഹത്തിന് പകരം വന്ന് വളരെ മികച്ചൊരു പെർഫോമൻസാണ് TNA-ക്ക് വേണ്ടി കാഴ്ചവെച്ചത്. സോ എനിക്ക് തോന്നുന്നു അദ്ദേഹം ഡിസേർവിങ് ആണ് മെയിൻ ബ്രാൻഡിലേക്ക് വരാമെന്ന്. അതായത് ഒരു ക്രോസ് ഓവർ പോലെ 1-2 വട്ടത്തൊരു അപ്പിയറൻസിന് അദ്ദേഹം ഇതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ജോ ഹെൻറി എന്ന് പറയുന്ന ഒരു സൂപ്പർ സ്റ്റാറുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റ് ആണ്. എന്തായാലും ജോ ഹെൻറി എന്ന് പറയുന്ന സൂപ്പർ സ്റ്റാറിനെ എത്ര പേർക്ക് അറിയാമെന്നറിയില്ല. എന്തായാലും ഞാൻ കുറച്ചതിന് മുമ്പാണ് അദ്ദേഹത്തെ അറിയുന്നത്. TNA ഒന്നും കാണാത്തതുകൊണ്ട് ആരുടെ പേരൊന്നും, അതായത് റെസ്ലറാണ് TNA വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ AEW എന്നുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. കാരണം നമ്മളിപ്പോൾ WWE മാത്രമേ കാണാറുള്ളൂ. നേരത്തെയൊക്കെ ആണെങ്കിൽ TNA-യുടെ റെസ്ലറിൻ്റെ പേരറിയാം, ലുച്ചാ ലിബ്രയിലെ അറിയാം, ROH-ലെ അറിയാം. സോ നമുക്കറിയാത്തതായിട്ടൊന്നും ഇല്ലായിരുന്നു. എല്ലാ കമ്പനിയിലെ റെസ്ലേഴ്സിൻ്റെ പേര് നമുക്കറിയാം. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ ആകെ WWE മാത്രമേ അറിയത്തുള്ളൂ. എന്തായാലും ജോ ഹെൻറി എന്ന് പറയുന്നൊരു റെസ്ലർ ഉണ്ട് TNA-യിൽ. എന്തായാലും അദ്ദേഹം നല്ലൊരു ടാലൻ്റ് ആണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ NXT സൂപ്പർ സ്റ്റാർസിനും അദ്ദേഹവുമായിട്ട് ഫ്യൂഡ് ചെയ്യണം അല്ലെങ്കിൽ ഒരു ക്രോസ് ഓവറൊക്കെ നടത്തണം എന്ന ആഗ്രഹം പറഞ്ഞിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ജോ ഹെൻറി എന്ന് പറയുന്ന ആ ഒരു TNA സൂപ്പർ സ്റ്റാർ അദ്ദേഹം എപ്പോൾ വേണമെങ്കിലും NXT വരാനുള്ള സാധ്യതകളുണ്ടെന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഡാമിയൻ പ്രീസ്റ്റ് ഡ്രൂ മക്കിൻ്റെയർ മാച്ച്. നമുക്കറിയാം, നമ്മളെല്ലാവരും കാത്തിരിക്കുന്നൊരു മാച്ചാണ്. വളരെ പ്രധാനപ്പെട്ടൊരു മാച്ചാണ്. സ്കോട്ട്ലൻഡിൽ നടക്കുകയാണ്. അതുകൊണ്ട് പലരും പറയുന്നു ഡ്രൂ മക്കിൻ്റെയർ ജയിക്കുമെന്ന്. അദ്ദേഹം ഒരു സ്കോട്ട്ലൻഡുകാരനാണ്. മിക്കവാറും മെയിൻ ഇവൻ്റായിട്ടായിരിക്കും ഈ ഒരു മാച്ച് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഡ്രൂ മക്കിൻ്റെയറിൻ്റെ ഫേവറിൽ ഈ ഒരു മാച്ച് പോകണം. അതുപോലെ കഴിഞ്ഞ പ്രാവശ്യം സ്കോട്ട്ലൻഡിൽ മാച്ച് നടത്തിയപ്പോൾ അന്ന് റോമൻ റെയ്ഡ്സാണ് ജയിച്ചത്, ഡ്രൂ വേഴ്സസ് റോമൻ മാച്ച്. സോ അന്നേരം അവിടുത്തെ ആളുകളുടെ മുന്നിൽ ഡ്രൂ മക്കിൻ്റെയർ പരാജയപ്പെട്ടു. സോ ഇനിയും ഒരു വട്ടം അങ്ങനെ പരാജയപ്പെടുമോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് കണ്ടു തന്നെ അറിയണം. എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഡാമിയൻ പ്രീസ്റ്റിൻ്റെ കൂടെ ബാക്കിയുള്ള ജഡ്ജ്മെൻ്റ് ഡേ മെമ്പേഴ്സിന് വരാൻ സാധിക്കില്ല. അവരെ ബാൻ ചെയ്തിട്ടുണ്ട് എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇവിടെ CM റിട്ടേൺ ഉറപ്പിച്ച് കഴിഞ്ഞു എന്നാണ് പലരും പറയുന്നത്. കാരണം നമ്മളെല്ലാവരും വിചാരിക്കും അതൊരു
ഡാമിൻ പ്രീസ്റ്റ് തോൽക്കാൻ വേണ്ടി ഡ്രൂ മക്കിൻ്റെയർ ആ ഒരു രീതി ഇട്ടായിരിക്കും എന്ന് വിചാരിക്കും. പക്ഷേ റിയാലിറ്റി എന്ന് പറയുന്നത് ഇതാണ്. ഇത് ആ ഒരു മാച്ച് CM Punk വരും, അദ്ദേഹത്തെ ഇൻട്രപ്റ്റ് ചെയ്യും, അങ്ങനെ ഡാമിൻ പ്രീസ്റ്റ് ആ ഒരു മാച്ച് വിജയിക്കും. സോ അതാണ് പ്ലാൻ ചെയ്തിരിക്കുന്നതെന്ന് നമുക്കറിയാൻ സാധിക്കുന്നത്. സോ അതുകൊണ്ടാണ് ആ ഒരു ജഡ്ജ്മെൻ്റ് മെമ്പേഴ്സ് ഫിൻ ബാലർ ആണെങ്കിലും JD ആണെങ്കിലും ഡൊമിനിക്കിനെ ആണെങ്കിലും എല്ലാവരും അവിടെ നിന്ന് ബാൻ ചെയ്ത് റിങ്സൈഡ് ചെയ്യുന്നത്. സോ അത് CM Punkനെ കുറച്ചുകൂടെ എളുപ്പമാക്കും. എല്ലാവരും വിചാരിക്കും ഇത് ഡ്രൂ മക്കിൻ്റെയർ സുഖമായിട്ട് വിജയിക്കുമെന്ന്. സോ ഇത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് CM Punkന്റെ റിട്ടേൺ തന്നെയാണെന്നാണ്. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ റിക്കോഷയുമായിട്ട് ബന്ധപ്പെട്ട് എനിക്കൊരു അപ്ഡേറ്റാണ്. നമ്മളെല്ലാം കണ്ടെയാണ് ഇന്ന് റിക്കോഷയ്ക്ക് നല്ല പണി തന്നെയാണ് കിട്ടിയത്. ഇലിയ ഡ്രാഗുനോവിനെ രക്ഷിക്കാമെന്നാണ് അവസാനം ഡ്രോൺ ബ്രേക്കർ ബാക്ക് സ്റ്റേജിൽ കൊണ്ടിട്ട് ശരിക്കും കൊടുത്തു. പ്രൊഡക്ഷൻ ട്രക്കിൻ്റെ മണ്ടയ്ക്ക് കയറ്റി അടിച്ചു, അവിടെ കിടന്ന കാറിൻ്റെ മണ്ടയ്ക്ക് കയറ്റി അടിച്ചു. നല്ലൊരു ഇഞ്ചുറി തന്നെ സംഭവിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അതായത് ആ ഒരു ഇഞ്ചുറി മനഃപൂർവ്വം ഉണ്ടാക്കിയൊരു ഇഞ്ചുറി ആണെങ്കിൽ പോലും ആ ഒരു അടിയൊക്കെ കാണുമ്പോൾ അതിന് എന്തെങ്കിലും ചെറിയ ഇഞ്ചുറി സംഭവിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ആദ്യത്തെ ആംബുലൻസിൽ കയറ്റിക്കൊണ്ട് വന്ന് നമ്മൾ കണ്ടു. അതുപോലെ തന്നെ സാമന്ത ആയിരുന്നു കുറച്ച് ഇമോഷൻ ആവുന്നുണ്ട്. സോ അതൊക്കെ നമ്മൾ കണ്ടു. മിക്കവാറും അദ്ദേഹത്തിൻ്റെ ഒരു ലാസ്റ്റ് WWE ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി അദ്ദേഹം WWE റിട്ടേൺ ചെയ്യുമോ എന്ന കാര്യം സംശയമാണ്. കാരണം അദ്ദേഹത്തിന് പറ്റിയൊരു പ്ലേസ് അല്ല WWE എന്ന് പറയുന്നത്. ലുച്ച ലിബ്രെ പോലത്തെ ഇൻഡസ്ട്രീസാണ് അദ്ദേഹത്തിന് പറ്റിയൊരു ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. സോ അത് ഇനിയും WWE തിരിച്ചു പറഞ്ഞതെന്ന് ചോദിച്ചാൽ വേണ്ടെന്ന് ഞാൻ പറയത്തുള്ളൂ. അദ്ദേഹത്തിന് മറ്റുള്ള ഇൻഡസ്ട്രികളാണ് നല്ലത്. അതായത് AEWനെയൊക്കെ കാട്ടിലും ലുച്ച ലിബ്രയാണ് അദ്ദേഹത്തിന് കുറച്ചുകൂടെ നല്ലത്. കാരണം അദ്ദേഹത്തിന് മൈക്ക് സ്കില്ലൊക്കെ എത്ര ഉണ്ടെന്ന് പറഞ്ഞാലും മൈക്ക് സ്കില്ല് മാത്രം പോരാ, ബാക്കി ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അതായത് ഞാൻ റിക്കോഷയ്ക്ക് ഭയങ്കര മൈക്ക് സ്കില്ലുണ്ടെന്നല്ല പറഞ്ഞത്. അതായത് മൈക്ക് സ്കിൽ അദ്ദേഹത്തിന് ചെറുതായിട്ടുണ്ട്. സോ ആ ഒരു മൈക്ക് സ്കിൽ മാത്രം വെച്ചുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അദ്ദേഹത്തിന് ആ ഇൻഡിവിജ്വൽ ടാലൻ്റ് ആ ഒരു മൈക്ക് സ്കില്ലിനകത്ത് കാണിക്കണം. അതായത് മൈക്ക് ഉപയോഗിക്കാൻ അദ്ദേഹത്തിന് അറിയാം. പക്ഷേ മൈക്ക് സ്കില്ല് എന്ന് പറയുന്നത് കുറച്ച് പ്രത്യേകതരമാണ്. അത് ജോൺസിന, കെവിൻ ഓവൻസ് അങ്ങനെയുള്ള പല സൂപ്പർ സ്റ്റാർസ് ഉപയോഗിക്കുന്ന പോലെ ഉപയോഗിക്കാനുള്ള ശേഷി അദ്ദേഹത്തിനില്ല. അതുപോലെ തന്നെ ഫിസിക്കലി അദ്ദേഹത്തിന് നോക്കിക്കഴിഞ്ഞാൽ അത്ര വലിയൊരു സ്റ്റാറായിട്ടുള്ള സൂപ്പർ സ്റ്റാർ അല്ല. അതുപോലെ തന്നെ നല്ല തടിയുള്ള സൂപ്പർ സ്റ്റാർ അല്ല. പക്ഷേ അതിന് ഫ്ലിപ്സ്, കിക്സ്, ജംപ്സ് അതൊക്കെ പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ റിക്കോഷി എന്ന് പറയുന്ന ഒരു വേറെ ലെവൽ സൂപ്പർ സ്റ്റാറായിട്ട് മാറിയേനെ. പക്ഷേ ഈ ഒരു സമയത്താണെങ്കിൽ അങ്ങനെ ആകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇപ്പോൾ മാസ്ക് ഇട്ട സൂപ്പർ സ്റ്റാർസൊന്നും എന്താ പറയുക ഹിറ്റാകുന്നില്ല. പണ്ടൊക്കെ മാസ്ക് ഇട്ട എല്ലാ സൂപ്പർ സ്റ്റാർസും ഹിറ്റായിരുന്നു. ഇപ്പോൾ അത്ര സൂപ്പർ സ്റ്റാർ ഹിറ്റാകുന്നുണ്ട്. മാസ്ക് ഇട്ട് എത്ര പേര് വന്നു, അവരാരും ഹിറ്റാകുന്നില്ല. സോ അന്നത്തെ ഒരു കിഡ്സിൻ്റെ ഒരു ഇതല്ല ഇന്നത്തെ കിഡ്സ്. ഇന്നത്തെ വലുതായവർക്കും ആ ഒരു മാസ്ക് ഇട്ടൊന്നും അവർക്ക് അങ്ങോട്ട് അപ്രൂവ് ചെയ്യാൻ പറ്റുന്നില്ല. സോ മാസ്കിലൊന്നും ഇപ്പോൾ വലിയ കാര്യമില്ലെന്നാണ് എനിക്ക് എന്തായാലും റിക്കോഷ പടിയിറങ്ങുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി അടുത്ത അപ്ഡേറ്റിലേക്ക് കിടക്കാം. അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ചാറ്റ് ഗേബിളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റാണ്. എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ചാറ്റ് ഗേബിളിൻ്റെ കോൺട്രാക്റ്റ് റിസൈൻ ചെയ്തോ പുതിയൊരു കോൺട്രാക്റ്റ് കൊടുത്തോ എന്ന്. എന്തായാലും നമുക്ക് അറിയാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ചാറ്റ് ഗേബിളിന് പുതിയ കോൺട്രാക്റ്റ് WWE ഉടൻ തന്നെ കൊടുക്കും. അദ്ദേഹം WWE ഉടൻ തന്നെ തുടരുമെന്നല്ല, അദ്ദേഹം തുടരുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഞാനിങ്ങനെ കട്ട് ചെയ്യാതെ ഡയറക്റ്റായിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെ കുറേയധികം മിസ്റ്റേക്സ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കുറേ ഉണ്ടാകും. സോ നിങ്ങളെല്ലാവരും ഒന്ന് ക്ഷമിക്കണം. കാരണം കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കും, കട്ടൊന്നും ചെയ്തില്ല. നേരത്തേക്കാണെങ്കിൽ കട്ടൊക്കെ ചെയ്തിട്ടാണ് പിന്നെ ഇടുന്നത്. കാരണം ഇപ്പോൾ നമുക്ക് 2-3-4 ചാനലുണ്ട്. സോ എല്ലാത്തിലും വീഡിയോ ചെയ്യണം. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതൊരു അഡ്ജസ്റ്റ് ആയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഈ ഒരു ചാനൽ എന്ന് പറയുന്നത് മോണിറ്റൈസ്ഡ് അല്ല. അതുപോലെ തന്നെ അധികം വ്യൂസ് വരാറില്ല. കൂടിയ 1-2 ഒന്നും വരാറില്ല, കൂടിയ 1K വരും. സോ നമ്മളതുകൊണ്ട് തന്നെ ഇതിൽ അത്രയധികം ഇൻവെസ്റ്റ് ചെയ്യാനും പോകുന്നില്ല. കാരണം WWE എന്ന് പറയുന്നത് മലയാളത്തിൽ കാണുന്നത് കൂടിയ 2K അല്ലെങ്കിൽ 3K. സോ നമ്മുടെ ചാനൽ എന്ന് പറയുന്നത് കുറഞ്ഞതൊരു 1.5K 1K ഒക്കെ കിട്ടത്തുള്ളൂ. സോ അത്തരത്തിലുള്ള ഓഡിയൻസ് നമുക്ക് വരത്തുള്ളൂ, അതിൽ കൂടുതൽ വരത്തില്ല. സോ അത്രയും വരുന്നതിനോട് ഞാൻ ഇത്രയധികം ആത്മാർത്ഥത കാണിക്കണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. അതായത് ആത്മാർത്ഥത ഞാൻ കാണിക്കാറുണ്ട്, ഉറപ്പായിട്ട് ഞാൻ കാണിക്കാറുണ്ട്. പക്ഷേ നമുക്ക് ഒന്നും കിട്ടാത്തിടത്ത് ഇത്രയധികം ആത്മാർത്ഥത കാണിക്കാൻ നമുക്ക് പറ്റില്ല. നമുക്കത്രയും സമയമില്ല കട്ട് ചെയ്തും ഇങ്ങനെയൊക്കെ ഇടാനൊന്നും. സോ അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. സോ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ലെന്നറിയാം, എന്നാലും ചെയ്യുകയാണ്. എനിക്ക് WWE താല്പര്യം കൊണ്ടും അതുപോലെ ചെയ്യണമെന്നുള്ള താല്പര്യം കൊണ്ടും ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു വന്നത് ചാറ്റ് ഗേബിളിൻ്റെ കാര്യമാണ്. അതായത് ചാറ്റ് ഗേബിൾ WWE തുടരുമെന്നാണ് നമ്മൾ പറഞ്ഞു വന്നത്. എന്തായാലും ഈ ഒരു വീഡിയോ എത്തുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ തീർച്ചയായും ലൈക്ക്, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവർ ഗുഡ് ബൈ.